മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ പ്രതാപ, അവൾക്ക് ഇത്രയും ധൈര്യം എവിടുന്നാണ് കിട്ടിയത്? നമ്മുടെ കരുണമോളെ കുഞ്ഞിനെ പോലും അവൾ കൊല്ലാൻ ശ്രമിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ, ഓ അല്ലെങ്കിലും അവളിപ്പോൾ വലിയ രാജകുമാരിയാണല്ലോ, എല്ലാം നീ കാരണോ, അല്ലെങ്കിൽ അവളിവിടുത്തെ അടുക്കളയിൽ ഇരിക്കേണ്ടവളാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ കരുണയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും കലി തുള്ളി നിൽക്കുകയാണ്. അവളെ എന്തായാലും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നൊക്കെ ദുർഗയെടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ. അപ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ നമ്മുടെ കണ്ണനടുത്ത് വരാൻ പറഞ്ഞു കാണും. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻ എത്തുമ്പോഴേക്കും എല്ലാവരും കണ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, ഓ വരുന്നുണ്ടോ അവൻ, ഇനിയിപ്പോൾ അവൾ പറയുന്നത് മാത്രമേ അവൻ വിശ്വസിക്കൂ എന്നൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. വീട്ടിലെത്തിയ കണ്ണനാണെങ്കിൽ എല്ലാവരുടെ മുഖത്തും നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും. അപ്പം നമ്മുടെ ഉണ്ണിയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഈ ഒരു സമയത്ത് നീ എന്നെ വിളിച്ചു വരുത്തിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, അതെ പ്രശ്നമുണ്ട്, ഉണ്ടായിട്ട് തന്നെയാണ് ഏട്ടനെ വിളിച്ചു വരുത്തിയെന്നൊക്കെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇവളുണ്ടല്ലോ ഇവളാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്, ഇവളെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കരുണയുടെ പ്രിയപ്പെട്ട അമ്മായിയമ്മയും പറയുന്നുണ്ട്, അതെ ഞാൻ കണ്ടില്ലെങ്കിൽ ഇപ്പം ആ കുഞ്ഞ് ഇവളുടെ വയറ്റിൽ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു, ഇവളാണെങ്കിൽ അവൾക്ക് പപ്പായ ജ്യൂസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കണ്ണേട്ടന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ജ്യൂസ് അവൾ അറിയാതെ ഒന്ന് എടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കിയതാണ്, ഞാനത് കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിയും കരുണയും കൂടെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇവൾ പറയുന്നത് പച്ചക്കള്ളമാണ്, ഇവൾ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് തന്നെയാണെന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കരുണയോട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, നീ കുടിച്ചെങ്കിൽ നിനക്കത് ബുദ്ധിമോശം കൊണ്ടാണ്, അല്ലാതെ അത് ഇയാളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല എന്നൊക്കെ കരുണയോട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുക കണ്ണൻ്റെ ഈ ഒരു സംസാര രീതിയൊക്കെ കേട്ടിട്ട്. അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾ നിലക്ക് നിർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ണി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നീ അവിടെ നിൽക്കടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ പുറകെ പോകുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് അധികം പ്രസംഗമൊന്നും നീ അധികം ഇങ്ങോട്ടേക്ക് എടുക്കണ്ട, നിനക്കറിയാലോ ഇപ്പം മറ്റവൻ്റെ ജോലി പോയിട്ടേ ഇരിക്കുന്നുള്ളൂ, നിൻ്റെ ജോലിയും കൂടെ ഉറപ്പ് വരുത്തണോ എന്നൊക്കെ ഞാനങ്ങ് ഒന്നുകൂടെ തീരുമാനിക്കുന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കരുണയ്ക്ക് മനസ്സിലായി ഇതെല്ലാം കാണുന്നത് മുഴുവനും നമ്മുടെ കണ്ണൻ്റേത് മാത്രമാണ് എന്നൊക്കെ നമ്മുടെ കരുണയ്ക്ക് മനസ്സിലായതോടെ കരുണയാണെങ്കിൽ അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരുണയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ കണ്ണ നീ ഇത്രമാത്രം മാറിപ്പോയല്ലോ, അതെല്ലാം ഇവളാണല്ലോ കാരണം, തലയണ മന്ത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദുർഗ അങ്ങോട്ട് പോകുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മഹാലക്ഷ്മി ഒരു പാവമാണ്, അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ആരെന്ത് പറഞ്ഞാലും മഹാലക്ഷ്മി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയാണെങ്കിൽ റൂമിലോട്ട് പോയപ്പോഴേക്കും നമ്മുടെ കരുണയാണെങ്കിൽ ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ട് സ്വന്തം വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കരുണയോട് പറയുന്നുണ്ട്, ഉണ്ണി പോലെ കരുണെ, നമ്മുടെ കുഞ്ഞില്ലേ നിൻ്റെ വയറ്റിൽ കാണുന്നത്, നീ ഇങ്ങനെ പോയാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഉണ്ണി കരുണയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എന്തായാലും ആ കുഞ്ഞിനെ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ഉദരത്തിൽ ചുമക്കുന്നത്, അവൾക്കതിന് കഴിയില്ലല്ലോ എന്ന് മാത്രം വിചാരിച്ചിട്ടാ, അല്ലാതെ നിങ്ങളുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല എന്നൊക്കെ നമ്മുടെ കരുണ പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്നതാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കരുണ വരുന്നതൊക്കെ കാണുന്നുണ്ട്. എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, പ്രതാപൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തൊക്കെ ഇയാൾക്ക് ഒന്നുമില്ല അച്ഛാ, ഇയാൾ വെറും പുറമ്പോക്കാണ്, ആ കണ്ണനാണ് എല്ലാ സ്വത്തുക്കളും എല്ലാ കാര്യങ്ങളും ഉള്ളത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ണി നിനക്കൊന്നുമില്ലേ, നീ ഇവളുടെ സ്വത്തൊക്കെ കണ്ടിട്ടാണോ ഇവളെ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ണി അങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ അവിടെ നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു സീരിയലിൻ്റെ പവർ ഒന്ന് കാണിച്ചിട്ടാ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ബൈ.